അതുപോലെ നല്ല മഴ കിട്ടിയില്ലെങ്കിൽ ഒരു 4 മാസം 5 മാസം കൊണ്ട് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കിട്ടുക നമുക്ക്. അപ്പൊ പ്രകൃതി നമ്മളെ അനുഗ്രഹിക്കുക ചെയ്യുന്നത്. പ്രകൃതിക്ഷോഭം എന്ന് പറയണ്ട, മറിച്ച് അത് അതിൻ്റെ റൂട്ടിലല്ലാതെ നാശോന്മുഖമായിട്ട് വരാൻ കാരണം നമ്മൾ മലയിടിച്ചിട്ടും പുഴ നികത്തിയിട്ടും വേണ്ടാതെ പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. മരങ്ങൾ മൊത്തം മുറിച്ച് കളഞ്ഞു, എല്ലായിടത്തും ഇന്റർലോക്കുകളും ടൈലുകളും മൊസൈക്കുകളും അങ്ങനെ ആക്കിയിട്ട് വെള്ളത്തിന് വേണ്ടതുപോലെ ഒഴുകിപ്പോവാൻ പറ്റാതെ. അപ്പൊ പ്രകൃതി വിരുദ്ധമായി ജീവിക്കുന്നത് നമ്മളാണ്, അല്ലാതെ പ്രകൃതി നമുക്ക് വിരുദ്ധമല്ല. പ്രകൃതിയെ അറിഞ്ഞ് ആദരിച്ച് ബഹുമാനിച്ച് വേണ്ടതുപോലെ ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യൻ ആണല്ലോ നമ്മളൊക്കെ, ഒരു ജീവി. പക്ഷെ ഇന്ന് പ്രകൃതി വിരുദ്ധമായിട്ടും വികൃതിയായിട്ടും ജീവിക്കുന്ന ഒരേ ഒരു ജീവി ഏതാണ് ലോകത്തിൽ? മനുഷ്യനാണ്. ഉണരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. സരസ്വതി യാമം എന്ന് പറഞ്ഞൊരു യാമമുണ്ട്, 2:30ക്കും 4 മണിക്കും ഇടയിലാണ്. ആ സമയത്ത് ആരെങ്കിലും ഉണരുമോ? ചെറിയ കുട്ടികൾ ഉണരും, ഇങ്ങനെയല്ല അല്ലേ? 6 മാസവും 2 വയസ്സൊക്കെയുള്ള കുട്ടികൾ ഉണരും. അന്നേരം അമ്മമാരും അച്ഛന്മാരും എന്താ പറയുക? ഇവിടെ ഇരിക്കുന്നില്ല കേട്ടോ, കോക്കാമ്പൂച്ച വരുന്നു, പുലി പിടിക്കൂ, കാട്ടാളം വരുന്നുണ്ട്, കുട്ടികളെ പുളിയും വരുന്നുണ്ട് പണ്ട് അവരെ റെഡിയാക്കി 8 മണി വരെ ഉറങ്ങാൻ പ്രാപ്തരാക്കും. പിന്നെ UKG പോകുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ഈ UKG പഠിക്കുന്നത് നമുക്ക് ഓർമ്മല്ലേ, 8 മണി വരെ കിടന്നുറങ്ങുക. ഇത് 8 മണി വരെ കിടന്നുറങ്ങാൻ ആക്കിയത് നമ്മളെല്ലാം കൂടി തന്നെ. പിന്നെ അതിനെ പഠിപ്പിക്കാതെ ആലോചിച്ച് നോക്കുക. അത് പ്രകൃതിയിൽ 6 മാസമുള്ള കുട്ടി എഴുന്നേൽക്കുന്ന ബ്രാഹ്മമുഹൂർത്തത്തിനും സരസ്വതിയാമത്തിലുമാണ്. ഏതെങ്കിലും കാക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഇന്ന് തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കൂട്ടിക്കിടക്കുന്നത് 5-5:30 ആകുമ്പോഴത്തേക്ക് അത് കാക്കാന്ന് പറഞ്ഞ് പോകും. അല്ല, പറ്റാത്തത് പോലും പുറത്തിറങ്ങും, ചിലപ്പോൾ ചത്തുപോയി. കാക്ക എവിടെയാണെങ്കിൽ വെറുതെ വീട് ചാവുന്ന കാണില്ല കേട്ടോ, കടലിന് മുകളിൽ പോയിട്ട് ഏതെങ്കിലും വീഴുള്ളൂ സ്വയം. അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ട് അതിന്. വല്ല ഈ ഇലക്ട്രിക് ലൈനിലൊക്കെ പിടിച്ച കാക്കേനെയൊക്കെ കാണുള്ളൂ, ബസ് കയറിയതോ വണ്ടി കയറിയതൊക്കെ. എല്ലാ ജീവിയും അവർ കഴിക്കേണ്ട ഭക്ഷണമേ കഴിക്കും, അവർ ഉണരേണ്ട സമയത്ത് ഉണരും. മനുഷ്യൻ അതിന് വിരുദ്ധമായി ജീവിക്കും. കാരണം അവന് ബുദ്ധിയുണ്ട്, ഭയങ്കര ബുദ്ധിയാണ് മനുഷ്യന്. അതുകൊണ്ട് ബുദ്ധിരാക്ഷസന്മാരായി നമ്മൾ മാറി നമ്മൾ സ്വയം നശിക്കുകയാണ്. ഇപ്പം സുഖം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്താ കഴിക്കുന്നത്? മരുന്നുകൾ കഴിക്കുന്നു, മരുന്നടിക്കുന്നു അല്ലേ? മരുന്ന് പറയാൻ മനസ്സിലായില്ലേ? മയക്കുമരുന്ന്. എന്തൊക്കെയാ പണ്ടൊക്കെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിരുന്നത്? നമ്മൾ ഭൂരിപക്ഷം മുതിർന്നവരല്ലേ, നമ്മളൊക്കെ കേട്ടിരുന്നതാണ് കഞ്ചാവ് എന്നൊക്കെ കേട്ടിരുന്നത്. ബീഡി, സിഗരറ്റ്, കള്ള്, ചാരായം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ആരെങ്കിലും ഇതൊക്കെ കുടിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഫോറിൻ ലിക്കർ. ഇതാ ഇന്നത്തെ ന്യൂസ് നിങ്ങൾ കേൾക്കുക. ഒരു സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കുട്ടികൾ ബാഗിലിട്ടിട്ട് കൊണ്ടു കൊടുത്തേക്ക് 100 ഉറുപ്പ്യൻ്റെ മുകളിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് എഴുതിയിട്ട് കുപ്പി കൊടുത്ത് സ്കൂളിൽ കുട്ടികൾക്ക്, കൂട്ടുകാർക്ക് കുപ്പി കൊടുത്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന്. നമ്മളെ കേരളം എവിടെ എത്തിയെന്ന് ആലോചിച്ചത് ഇന്നത്തെ വാർത്തയാണ്. അപ്പൊ ലഹരിയാണ്, സുഖങ്ങളാണ്, വെറും ഭക്ഷണം കഴിച്ചിട്ട് അസുഖം പിടിച്ച ഒരേ ഒരു ജീവികളുടെ ലോകത്തിൽ. ആരാത്? വേറെ ഒരു ജീവിയില്ല, മനുഷ്യനാണ്. ശരിയല്ലേ മോനെ? ഈ ഭക്ഷണം കഴിക്കില്ല, തോന്നിട്ട് ഇത് കുറച്ചുകൂടി കഴിക്കണം കേട്ടോ. ആയിക്കോട്ടെ, ആദ്യം ഞാൻ സമ്മതിച്ച് അവന് കയ്യിലോട് അവൻ സമ്മതിച്ച്. ഇവിടെ ഒരു 20-25 വയസ്സ് വരെ നല്ലോണം ഭക്ഷണം കഴിക്കുക കേട്ടോ. ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഒരു നേരം കഴിച്ചാൽ മതി, നന്നായിട്ട് കഴിച്ചോളൂ. രാത്രിയിലൊന്നും ഈ കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതലുള്ള ചോറ്, കപ്പ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കരുത്. നമ്മളിത് രാത്രി ഒക്കെ തിന്നും, എന്നിട്ട് ബാക്കിയുള്ളത് വെള്ളത്തിലിട്ടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ അവിടെ സ്ഥലമൊന്നും പറയുന്നില്ല. നാരായൺകുട്ടിയെ എണീക്കുന്നുണ്ട്, എണീച്ച വെള്ളച്ചോറില്ല, ഞാൻ ഇപ്പം പൈക്ക് കൊടുക്കുന്നറിയില്ല. അങ്ങനെ നാരായൺകുട്ടിനെ ഇവിടെ തൊട്ടടുത്തല്ല. അങ്ങനെ നാരായൺകുട്ടിക്ക് അമ്മ പോലും വെള്ളച്ചോറ് കൊടുത്ത് പഠിപ്പിച്ചു. ഷുഗറാണ്. വ്യായാമം തീരെ ചെയ്യില്ല നമ്മൾ. ചെറിയ കുട്ടികൾ കണ്ടില്ലേ, കിടന്നിടത്തുനിന്ന് ഇല്ലേ നൗകാസനം പോലെ കിടക്കുക, ഉരുണ്ട് കളിക്കും. പവനമുക്താസനം എന്നാ പറയുക. 2 കാൽമുട്ടും കൂടെ നമ്മളെങ്ങനെ മലിന് കിടന്നിട്ട് മുഖത്തിനടുത്തേക്ക് കാൽമുട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക, എന്നിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ഉരുണ്ട് കളിച്ചാൽ മതി കിടക്കയിൽ. കുട്ടികൾ കളിക്കും. അന്നേരം നമ്മള് ഉരുണ്ട് കളിക്കാടാ, നേരെ കുത്തിരിക്കടാ, കളിക്കുന്നില്ല, നമ്മളോ കളിക്കില്ല.
നമ്മളിത് കളിച്ചാൽ മതി. അപ്പൊ ഈ അബ്ഡോമിനൽ പാർട്ടിന് നല്ല വ്യായാമം കിട്ടിയാൽ പാൻക്രിയാസ് ഗ്രന്ഥി ശക്തിപ്പെടും, ഇൻസുലിൻ അതിനകത്ത് ഉണ്ടാവും. ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച എന്തായി, ഷുഗർ കൺട്രോൾഡ് ആവും. ഇപ്പൊ ഇൻസുലിൻ പുറത്തുനിന്ന് അങ്ങോട്ട് കുത്തി കൊടുക്കുക. കുത്തി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഈ 3 സംഗതികൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാ പറയാ. ഇതിന് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. കഴിക്കുകയാണെങ്കിൽ ആജീവനാന്ത കഴിക്കണം. കഴിക്കുന്നവരോട് ചോദിച്ചു നോക്കും. ഒറ്റയൊരു മറുപടിയുള്ളൂ, നല്ല വ്രതങ്ങൾ സ്വീകരിക്കുക, യോഗ ചെയ്യുക, വ്യായാമം ചെയ്യുക, അല്ലെങ്കിൽ അധ്വാനിക്കുക, രാത്രി ഭക്ഷണം ഒഴിവാക്കുക. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇതൊന്നും അങ്ങനെ പിടികൂടില്ല. സംഗതി ഇത് തലമുറയായിട്ട് വരുന്നതൊക്കെ ഉണ്ട്. പക്ഷെ തലമുറയായിട്ട് വരുന്നതിനെ പോലും അതിജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ കർക്കിടക മാസത്തിൽ നല്ല മരുന്നുകൾ കഴിക്കണം. ഉലുവക്കഞ്ഞി കുടിക്കുന്നില്ലേ, അതിലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. എല്ലാ ശരീരത്തിനും ഒരേ തരത്തിലുള്ള മരുന്ന് ചേർത്തിലുള്ള ഉലുവക്കഞ്ഞിയല്ല കുടിക്കേണ്ടത്. വാതപിത്ത കഫം എന്ന് പറഞ്ഞത് ത്രിദോഷങ്ങളുടെ വ്യത്യാസങ്ങളുള്ള ശരീരമുണ്ട്. വാതശരീരം, പിത്തശരീരം, കഫശരീരം. അതേതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകൾ ചെയ്തിട്ട് വേണം, ചില മരുന്നുകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് വേണം ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ. അതല്ലാതെ നമ്മളെല്ലാവർക്കും ഒരേപോലെ ഉലുവക്കഞ്ഞി കൂടിയൊന്നും പാക്കറ്റ് മേടിച്ചുകൊണ്ട് വരിക. കച്ചവടക്കാരെയും എന്നോട് ദേഷ്യം പിടിച്ചത് അതിൽ മേടിച്ച് കിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മളത് അങ്ങോട്ടാണ്ട് തിന്നുകയാണ്. ഭക്ഷണത്തിൽ ഞാനത് പറയുന്നേ ഇല്ല. ലാളിത്യം വ്രതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലളിതമായ ജീവിതം. ഇത് ശരിക്ക് രാമലക്ഷ്മണന്മാരെ പഠിപ്പിച്ചു വസിഷ്ഠൻ എന്ന് പറയുന്ന കുലഗുരു. രാമായണം വായിച്ചിട്ടുള്ളവരാണല്ലോ ഭൂരിപക്ഷ ആൾക്കാർ. മോളെ രാമായണം വായിച്ചിട്ടുണ്ട്. എത്രാം ക്ലാസ്സിലാണ് പഠിച്ചത്? 9 രാമായണം പഠിക്കാനുണ്ടോ? 9 ശരിയും ഭാഗം രക്ഷപ്പെട്ടു. പഠിക്കരുത്. രാമായണം പഠിച്ചാൽ വർഗീയതയായി പോവില്ല. അതിനകത്താകെ പറയുന്നത് എന്താ വെച്ചാൽ മനുഷ്യർ നന്നാവണമെന്നാണ്. നിങ്ങൾ നന്നാവണമെന്നേ പറയുന്നു. കാരണം വസിഷ്ഠൻ, വിശ്വാമിത്രൻ, 2 സന്യാസിമാര്. അതിൽ വസിഷ്ഠനാണ് രാമലക്ഷ്മണാദികളെ കുട്ടിക്കാലം മുതലേ നല്ല അറിവ് കൊടുത്ത് ജ്ഞാനവാസിഷ്ഠം എന്നാണ് പറയാം. അത് പ്രാക്ടിക്കലായിട്ട് വിജയിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രൻ വന്നിട്ട് താടകാവനത്തിലേക്ക്, ദണ്ഡകാരണ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടുന്ന് താടകയോ യുദ്ധം ചെയ്യുന്നു, ഖരദൂഷണ തൃശിരസ്സുകളെയോട് ഏറ്റുമുട്ടുന്നു, അവരുടെ 10,000-കണക്കിന് പടകളെ നിഷ്കാസനം ചെയ്യുന്നു. അപ്പോഴാണ് വിശ്വാമിത്രൻ മനസ്സിലാവുക, എന്ത്, യവൻ രാവണനെയും കൊല്ലും. കണ്ടോ, സന്യാസിമാർക്ക് അറിയാം ഇവരുടെ ജീവിതത്തിന്റെ ലാസ്റ്റിലേക്ക് എന്തൊക്കെ വരും എന്നുള്ളത്. നല്ല അച്ഛനമ്മമാർക്ക് അറിയാമായിരുന്നു. അവർ പറയുന്നത് അനുസരിക്കാതിരിക്കരുത് കേട്ടോ. നല്ല നല്ല കാര്യങ്ങൾ അച്ഛനമ്മമാർ പറയുമ്പോൾ ഉപദേശം നമുക്ക് ഇഷ്ടമല്ല, ഉപദേശിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ധാർമ്മികമായ കാര്യങ്ങൾ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് വീട്ടിൽ നിന്നാണ് കിട്ടേണ്ടത്. ആ കിട്ടാനാണ് നമ്മൾ ഇത്തരം ആചാരങ്ങൾ വീടുമായി ബന്ധിപ്പിച്ച് നടത്തി. എല്ലാ വീടുകളും രാമായണം വായിക്കണം എന്ന് പറയുന്നതാണ്. ഇതിനൊരു കാര്യമുണ്ട് കേട്ടോ. ചില ആളുകൾ പറയും രാമായണം കർക്കിടക മാസത്തിലേ വായിക്കാവുള്ളൂ. അങ്ങനെ എന്തുണ്ടോ? അങ്ങനെ ചിലർ പേടിപ്പിച്ചാളൂ. രാമായണം കർക്കിടകത്തിലേ തൊടാട്ടേക്കും. കുട്ടികളത് കർക്കിടകത്തിൽ എടുക്കാൻ നോക്കുന്ന സമയത്ത് എന്താ പറയാ, ഈ വായിച്ച് തീർക്കുമെന്ന് ചോദിക്കും. 250 പേജുണ്ട്, തീരും തോന്നില്ല അച്ഛനാണ്. എന്നാ തൊണ്ട അടന്നോട്ടെ എന്നാണ്. പിന്നെ ജമ്മത്ത് രാമായണം തൂക്കുകയല്ല. എപ്പോ വേണമെങ്കിലും വായിക്കാം. നിങ്ങൾക്ക് ഏത് ഗ്രന്ഥം എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ചില തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ പറയുന്നത് ക്ഷേത്രങ്ങളിലോ മഠങ്ങളിലോ വിളക്ക് കത്തിച്ചതിൻ്റെ അരികിലൊന്നും പോകണ്ടെന്നുള്ളൂ. നാമം ജപിക്കാനും പുസ്തകം വായിക്കാനും എവിടെ വേണമെങ്കിലും വെച്ച് വായിക്കാം. നമ്മുടെ ഭാരതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം വേദത്തിലെ കൽപ്പസൂത്രങ്ങളാണ്. കൽപ്പസൂത്രത്തിൽ 6 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് വേദം പഠിക്കാൻ വേണ്ടിയിട്ട്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ് പറഞ്ഞു. ജ്യോതിഷമൊക്കെ വേദത്തിന്റെ ഭാഗമാണ്. ആ കൽപ്പസൂത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. നമുക്ക് എപ്പോൾ ഏത് മന്ത്രം വേണം ജപിക്കാം, തെറ്റിപ്പോയാലും കുഴപ്പമില്ല. നമ്മളൊരു മന്ത്രം ചെല്ലുമ്പോഴേ അത് പെണ്ണുങ്ങൾ ചെല്ലാൻ പാടില്ല, അത് വെളുത്തോൻ ചെല്ലാൻ പാടില്ല, കറുത്തോൻ ചെല്ലാൻ പാടില്ല, ആരോ ചൊല്ലിക്കോട്ടെ, ആരോ വായിച്ചോട്ടെ. കാട്ടാളനാണെന്ന് നമ്മൾ പറഞ്ഞ വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരുന്നവൻ മാറി വന്നപ്പോൾ നമ്മൾ അവനെ എന്ത് വിളിച്ചു? മഹാകവിയായിട്ട് വിളിച്ചു. അവന്റെ ജാതി നോക്കിയിട്ടില്ല. ഇന്നാണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലോ ഷെഡ്യൂൾഡ് ട്രൈബിലോ പെടുത്തണം വാൽമീകിനെ, അല്ലേ? അപ്പൊ നമ്മൾ എന്നിട്ട് ചിലവർ പറയാണ് രാമായണം വരേണ്യ വർഗത്തിന്റെ ബ്രാഹ്മണന്മാർ. ഒരു ബ്രാഹ്മണനും അല്ല, കാട്ടാളൻ അല്ലേ? മഹാഭാരതം മുക്കോത്തിന്റെ മോൻ്റെതാ.
ഇന്നത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാ പെടുക? ട്രൈബിലോ കാസ്റ്റിലോ എന്തിലോ പെടൂലേ? കാസ്റ്റിൽ പെടും. ആരാ? വ്യാസൻ ലോക ഗുരുവാണ്. വ്യാസപൗർണമി വന്നില്ലേ, നമ്മൾ ഗുരുപൂജ ആചരിച്ചു. അപ്പൊ അയ്യോ ഗുരുപൂജ നടത്താൻ പറ്റൂല. ഗുരുപൂജയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപരാധം. ഇവിടെ ചെന്താമര വന്നിട്ട് 2 ആളെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് പിന്നും തിരിച്ചു വന്നിട്ട് 2 ആളെയും കൂടി കൊന്നിട്ട് പിന്നും പോകാൻ പറഞ്ഞിട്ട് 3 ആളെയും കൂടി കൊല്ലാണ്ട് ആരാപരാധമൊന്നുമല്ല. ഗുരുപൂജ നടത്താൻ പാടുണ്ടോ? അയ്യോ നശിച്ചു പോകൂലേ കേരളം? നല്ല ഗുരുക്കന്മാരെ, അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് ഗുരു പരമ്പരയിൽ പെടുന്നതാണ്. അവരാരാന്നും നമ്മളൊക്കെ കല്യാണത്തിനെങ്കിലും നല്ല ദിവസം അല്ലെങ്കിൽ ഒരു മുഹൂർത്തം നോക്കിയിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെയും ഗുരുക്കന്മാരെയൊക്കെ പാദവന്ദനം നടത്തൂലേ? കൂട്ടുകാരുടെ പാദവന്ദനം വരെ നമ്മൾ നടത്തും. അത്ര ഇഷ്ടമുള്ള ആളുകൾ നമ്മളെ ജീവിതത്തിലെ വലിയൊരു ഘട്ടമാണ്, നല്ലൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സുകൊണ്ടൊരു നല്ല വിചാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നത് ഈ ഒരു മനസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിനൊക്കെ സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമായണം വായിച്ചാൽ നിങ്ങൾ നന്നാവും എന്നുള്ളതിന് എന്തെങ്കിലും സയൻസ് ഉണ്ടോ ചേച്ചി? ഇവിടെ ഇപ്പോൾ അയ്യപ്പൻ്റെയും പിന്നെ സുബ്രഹ്മണ്യൻ്റെയും ഒക്കെ പടം വെച്ചിരിക്കുന്നതിനുള്ളിൽ അതിന് കൈകൂപ്പി തൊഴുതിട്ട് ഭഗവാനെ ശ്രീ ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗുണം കിട്ടും എന്നുള്ളതിന് സയൻസ് ഉണ്ടോ? എന്തെങ്കിലും സയൻസ് പറയാൻ പറ്റുമോ? ഡയറക്റ്റ് സയന്റിഫിക് ആയിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ? ഇല്ല എന്ന് പറഞ്ഞോളൂ, സമ്മതിച്ചു. നമ്മുടെ ജീവിതത്തിന് വല്ല സയൻസും ഉണ്ടോ? നമ്മൾ ഇന്ന സമയത്ത് ജനിക്കും, ഇന്ന രീതിയിലായിരിക്കും, ഇത്രയും സുന്ദരനായിട്ട് ജനിക്കും അല്ലേ? സുന്ദരനല്ലേ? ഇന്ന സമയത്ത് മരിക്കും. ഒരു സയൻസും ഇല്ലടോ ഒന്നിനും. പ്രകൃതി എപ്പം മാറും വല്ല സയൻസും ഉണ്ടോ? പാവം 10-200 ആളുകൾ ഒലിച്ചുപോയി വയനാട്ടിൽ കഴിഞ്ഞ കൊല്ലം ഈ സമയത്തായത്. 1 വർഷം കഴിഞ്ഞില്ലേ? എന്ത് സയൻസ് ഡെവലപ്പായിട്ട് നിൽക്കുന്ന നാടാ നമ്മുടെ നാടെന്നാ പറയുന്നത്? നമ്മളെ അസുഖങ്ങൾ, നമ്മളറിയാത്ത 100 രോഗങ്ങൾ കടന്നു വരുന്നു, പരീക്ഷണങ്ങൾ നടക്കുന്നു. ഒരു 25 കൊല്ലം മുമ്പേ കുന്നമംഗലത്ത് എത്ര ആശുപത്രികൾ ഉണ്ടായിരുന്നു? 3-4 ആശുപത്രി ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴെത്ര ആശുപത്രി ഉണ്ട് അല്ലേ? ഒരു മാള് തന്നെ തുടങ്ങിയിട്ടുണ്ട്, മെഡി മാൾ എന്ന് പറഞ്ഞിട്ട്. മാളെന്തിനാ? സാധാരണഗതിയിൽ മാളെന്തിനാ? സാധാരണ സാധനം മേടിക്കാൻ പോകാനല്ലേ? ഇപ്പൊ എല്ലാവരും അങ്ങോട്ടാ പോകുന്നത്. ഞാൻ മെഡി മാളിലൊന്ന് പോയിക്കുക, ഞാൻ ഉൾപ്പെടല. അത് എത്ര മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു 25 വർഷം മുമ്പേ? 5-10 ഇല്ല. പക്ഷെ ഇന്ന് നിങ്ങൾ കുന്നമംഗലത്ത് ഇറങ്ങിയാലും മെഡിക്കൽ ഷോപ്പ് എണ്ണിയെത്തിയില്ല. അപ്പം നമ്മുടെ ആരോഗ്യം നന്നായതാണോ മോശമായതാണോ? അതിന് കാരണം ആരാ? നമ്മൾ തന്നെയാണ്. അല്ലാണ്ട് ഭരിക്കുന്നവരോ ഈ മുമ്പ് ഭരിച്ചവരോ ഇനി ഭരിക്കാൻ അതൊന്നുമല്ല. നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ ആചാരങ്ങൾ നമ്മൾ മറന്നു. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തിക്കൊള്ളുക, അത്രേ അതിന് രക്ഷയുള്ളൂ. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു മതത്തിനെയോ ഒരു രാഷ്ട്രീയത്തിനെയോ ഒരു ഭരണക്കാരെയോ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മുടെ രാമായണം. ആ വസിഷ്ഠന്റെ അരികിലിരുന്ന് പഠിച്ചിട്ട് അവർ എങ്ങനെ ജീവിച്ചു? ലളിതമായിട്ട് ജീവിച്ചു. ആ ജീവിതത്തിൽ ലാളിത്യമുണ്ടായതുകൊണ്ടാണ് രാമനും ലക്ഷ്മണനും സീതയ്ക്കും ഒക്കെ കാട്ടിൽ ജീവിക്കാൻ സാധിച്ചത്. നമുക്ക് ഫ്രിഡ്ജും AC-യും വാഷിംഗ് മെഷീനും ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് എല്ലാ സാധനം ഉണ്ടായിട്ട് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല, സൗകര്യമില്ല. കാട്ടിൽ സുഖമായിട്ട് ജീവിച്ചു. നമുക്ക് മന്തി വേണം, പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? പോലെ ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ബിരിയാണി, 65. സത്യം പറയും, ചെറിയ കുട്ടികളോട് സത്യം പറയില്ല, രാജാവ് ഉൾക്കാണ്ട് പോകുന്നു. പിന്നെ എന്തൊക്കെയോ പേരുണ്ട്, ഗുബൂസ്, പിന്നെ എന്തൊക്കെയാ പറയും, ഷവർമ്മ, ഞാൻ മറന്നുകൊണ്ട് വയറ്റ് പറ. കുഴിമന്തി. ഞാനതിൻ്റെ ഈ കുഴിമന്തിൻ്റെ ഒരു രസം എന്താ വെച്ചാൽ, ചാലക്കുടി ഞാനൊരു സെക്കൻഡുള്ള സമയത്ത് അതിലിങ്ങനെ പോകുമ്പോൾ ഇറങ്ങിയ കാലം അത് കുഴിമന്തി ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട്, അവിടെയൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ. ഞാൻ വായിച്ച കുഴിമാന്തി എന്നാണ്. പിന്നോട് വണ്ടിയുള്ള മാഷ് അത് കുഴിമാന്തി അല്ല മാഷെ, കുഴിമന്തിയാണ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാൾ വിളിച്ചു പറഞ്ഞു ഇത് കുഴിമാന്തി തന്നെയാണ്. മനുഷ്യന്റെ കുഴിമാന്താൻ ഇത്ര മനോഹരമായ ഭക്ഷണ രീതികൾ വേറെ ഇല്ല. കേരളത്തിൽ ഏത് ഹൈവേയിലും നിങ്ങൾക്ക് കാണാം. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല അല്ലേ? കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ.
പക്ഷെ കഴിച്ചുകൂടരുത് എന്നാണ് ഞാൻ പറയുന്നത്. കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മളിതാണല്ലോ, ബൊഫെ എന്ന് പറയുന്ന സംഗതിയാണല്ലോ. അവിടെ പിന്നെ എന്താ പറയുക, വെജിറ്റബിളിൻ്റെ ഭാഗമുണ്ട്. അവിടെ ആരും ഉണ്ടാവില്ല, ഞാനോ ഇങ്ങനെയുള്ള ആൾക്കാർ. നോൺ വെജിൻ്റെ അടുത്ത് എന്തോ ഒരു തിരക്കാണ്, പല സാധനങ്ങളാണ് ഉണ്ടാവുക. കഴിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ കഴിച്ച് മോശമായി പോകും. മറ്റെല്ലാ ജീവികളും അവർ കഴിക്കേണ്ടുന്ന ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ. മുയലാണെങ്കിലും പട്ടിയാണെങ്കിലും പാമ്പാണെങ്കിലും ഒക്കെ. നമ്മളെന്താ കഴിക്കേണ്ടതെന്ന് ഒരു നിശ്ചയവുമില്ല മനുഷ്യന്. എന്തും കഴിച്ചോളൂ. പക്ഷെ അതിനൊരു നിയന്ത്രണം ഉണ്ടാക്കുക. അങ്ങനെ നിയന്ത്രണം ഉണ്ടായത് കൊണ്ടാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഉറക്കിൻ്റെ കാര്യത്തിലും ഉണർവിൻ്റെ കാര്യത്തിലൊക്കെ ചില ചിട്ടകളും നിയന്ത്രണവും പഠിച്ചത് കൊണ്ടാണ് രാമലക്ഷ്മണന്മാർക്ക് എല്ലായിടത്തും ജീവിക്കാൻ പറ്റിയത്. നമ്മളെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം? നമ്മൾ പ്രകൃതിയോട് ചേരാൻ പഠിപ്പിക്കണം കുട്ടികളെ. ഇന്ന് കുട്ടികൾക്ക് നീന്താൻ അറിയില്ല. വെള്ളം കയറുമ്പോൾ കാണാൻ പോവുക, നേരെ കാല് വയ്ക്കൽ ചെല്ലി വീണ് പോവുക. എവിടെ രക്ഷപ്പെടും? ഭക്ഷണത്തിൻ്റെ കാര്യം, വസ്ത്രത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. കാട്ടിൽ പോയ എന്ത് വസ്ത്രം കിട്ടുക രാമലക്ഷ്മണന്മാർക്ക്? എന്തായാലും ഇപ്പം അങ്ങനെ ആവുന്നുണ്ട് തോന്നുന്നില്ലേ? ഇപ്പം കീറിയ പാൻറ്റിനാണ് കൂടുതൽ പൈസ തന്നിട്ടായിരുന്നു. പാൻറ്റ് വാങ്ങാൻ വെച്ചാൽ കീറിയതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ചിന്തൂറിലൊക്കെ കീറിയ പാൻറ്റ് കിട്ടാണ്ട് കുറെ. ഞാൻ ചെറിയവനോട് പറയുകയാണ്, ഇജ്ജിതിൻ്റെ വളമൊന്നും എൻ്റെ പുരയിൽ കുറേ എണ്ണോ കീറിയ പാൻറ്റ് എടുത്തോണ്ട്. പണ്ടൊരു കീറലുണ്ട്, ഇപ്പോൾ കിടാൻ മടിയായി ഇല്ലേ? ഒരു വള്ളി ട്രൗസറിൻ്റെ വള്ളി പൊട്ടിയാൽ പിന്നെ നമ്മൾ ഇടുവോ? ട്രൗസറിൻ്റെ മൂടൊക്കെ കീറിപ്പോവും. പിന്നെ സ്കൂളിലത് ഇട്ടിട്ട് പോകില്ല. അപ്പോൾ ഈ പാള വലിക്കുന്നതിന് ഇപ്പം കുട്ടികൾക്ക് അറിയോ? പാള വലിക്കുന്ന കളി അറിയോ? കവിൻ്റെ പാള അതിൻ്റെ അകത്ത് കുത്തി വിരിച്ചിട്ട് അതിൻ്റെ പട്ടേൻ്റെ ഭാഗം പിടിച്ചിട്ട് വലിച്ചിട്ട്, അതാണ് ബസ്. ഞങ്ങളുടെ ബസ് ഇല്ലേ, നമ്മളൊക്കെ ബസ് അതായിരുന്നു. അന്നേരം ഈ ഇറക്കത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ചന്തി അങ്ങ് മാറിപ്പോയിട്ട് നിലത്ത് വരഞ്ഞിട്ട് ട്രൗസർ കീറി. ആകെ ഒരു ട്രൗസറേ ഉണ്ടാവുള്ളൂ. അന്ന് യൂണിഫോം ഒന്നുമില്ല. കിട്ടുന്ന ട്രൗസർ ഇട്ടു. ചിലപ്പോൾ അച്ഛൻ്റെ ട്രൗസറൊക്കെ സ്കൂൾ പോയി അറിഞ്ഞില്ല. പിന്നെ അമ്മ കരഞ്ഞ ചേർന്ന് ചോദിക്കും, ഈ ഏത് ട്രൗസറാണ് ഇട്ട്? അച്ഛൻ്റെ ട്രൗസറല്ലേ അത്? അങ്ങനെ നമുക്ക് മനസ്സിലാവുള്ളൂ ട്രൗസർ മാറിപ്പോയിട്ട്. കാരണം ഒക്കെ ഈ വള്ളി മുട്ടിയിട്ടുള്ള ട്രൗസറാണ്. നമുക്ക് ഏത് ട്രൗസറിന് വല്ല വിളിയില്ലോ. ഇപ്പോഴല്ലേ ബ്രാൻഡ് നോക്കുക. എന്താ അണ്ടർവിയറിനൊക്കെ ബ്രാൻഡ് ഉണ്ടല്ലോ. സിനിമ നടന്മാരിടുന്ന എന്താ പറയുക, ഡോളർ അങ്ങനെയൊക്കെ ഇല്ലേ? ഡോളർ ബനിയനൊക്കെ ഉണ്ട്. ബനിയൻ കളിക്കാനും പോകുമ്പോൾ അപ്പം ബനിയൻ ഇട്ടാലേ ജയിക്കും എന്നാ പറയുന്നത്. ഈ തമാശ തോന്നിക്കും. നമ്മളെ വിഡ്ഢികളാക്കുന്ന വസ്ത്രധാരണം, നമ്മളെ വിഡ്ഢികളാക്കുന്ന ഭക്ഷണശീലങ്ങൾ, നമ്മളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള സംഗതികളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചാനൽ ഞാൻ വാർത്ത കാണാൻ വേണ്ടി വെച്ച് നോക്കുമ്പോൾ അധികമുള്ളത് ഈ അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടന്നതുപോലെ തമ്മിൽ ചീത്തറിഞ്ഞത് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഓഫാക്കും. കുറച്ച് കഴിഞ്ഞ് പിന്നെയും തുറന്നു നോക്കുമ്പോൾ പിന്നെയും പറയും അമ്മയിൽ തെരഞ്ഞെടുപ്പ്. ഞാൻ ഇത് ഓഫാക്കും. അമ്മയാണ് ഇപ്പോൾ വലിയത്. നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം മുമ്പ് അറിയാൻ കഴിയുന്നില്ല. പണ്ടൊക്കെ റേഡിയോ തുറന്നിട്ടില്ലേ, നമ്മൾ വാർത്ത കേൾക്കല്ലേ, ആകാശവാണി സമ്പതി വാർത്താഹ എന്താണ് കൂട്ടിക്കാളെന്ന് അറിയും. സംസ്കൃതം പോട്ടെ, അടുത്ത 7 മണിയാകുമ്പോൾ പിന്നെ മലയാളത്തിലെ വാർത്ത ഒരു സന്ധിക്ക്. അപ്പോൾ അതിൽ പറയും ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട്. എത്ര ക്ലിയറാണ്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശങ്കരനാരായണൻ. ആളെയും മനസ്സിലായി. ഇപ്പം വാർത്ത വായിക്കുന്ന ആരെയും മനസ്സിലാവുമോ? ഇല്ല. തുടങ്ങുന്നത് ഇവിടെ അയച്ചു മാഷേ പ്രമോദ് കുമാർ അവിടെ എന്താണ് നടക്കുന്നത് ൂപ്പരയാക്കി എൻ്റെ തലയിലേക്ക് ഇടിച്ച്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഡൽഹിയിൽ ഇപ്പോൾ ഭയങ്കര പ്രളയമാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ. ശരി തിരിച്ചു വരാം. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടില്ല. വ്യക്തമായിട്ട് ഒരു സാധനം പറയില്ല. നിങ്ങൾ നോക്ക്, സമയമില്ല തിരിച്ചു തരാം. മറ്റവൻ പറഞ്ഞ് പകുതിയാണ്. ഓനാച്ചാൽ ഇങ്ങനെ വർത്താനം പറയാനാവുന്നില്ല. ഇത് ക്ലിയറായിട്ട് പറയണ ഒറ്റ കാര്യം ചെയ്താൽ മതി. രാമായണത്തിലെ സുന്ദരകാന്ഡം വായിച്ചാൽ മതി. സുന്ദരകാന്ഡം വായിച്ച് പഠിച്ച ഒരക്ഷരം തെറ്റൂല. നിങ്ങൾ ഈ അബദ്ധം പറഞ്ഞ വാർത്തകളൊന്നും എടുത്തു വെക്കുക യൂട്യൂബിൽ, അന്നേരം കാണാം. അതൊന്നും ഞാനിവിടുന്ന് പറയുന്നില്ല. ലോക തോന്നിയാസം പറഞ്ഞു പോയിട്ടുണ്ട്, വൃത്തികേടുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. അബദ്ധം കൊണ്ട് ഒരു ഘോഷയാത്രയാണ് വാർത്ത വായിക്കുന്നത്. ഇതിനൊക്കെ കാരണം അക്ഷരശുദ്ധിയില്ല. എഴുത്തച്ഛൻ്റെ വാൽമീകി രാമായണത്തിലൊന്നും പോകണ്ട, ചില വ്യത്യാസങ്ങളൊക്കെ അതും ഇതൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ, അത് ഞാൻ സൂചിപ്പിക്കും. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കിട്ടാവുന്നത് ഭാഷാജ്ഞാനമാണ്.
നല്ല സംസാര ശൈലി, നല്ല ഭാഷ, നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കും, നല്ലോണം എഴുതാൻ പഠിക്കും. ധാരാളം വാക്കുകളുടെ ഘോഷയാത്രയാണ്. ഈ സുന്ദരകാന്ഡൊക്കെ വായിച്ചിട്ടുള്ള ആളുകളാണല്ലോ നിങ്ങൾ ഭൂരിപക്ഷം അല്ലേ. ലവണ ജലനിരീക്ഷതൊക്കെ യോജന വിസ്തൃതം ലംഘിച്ച് ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജപരിവൃഢചരണാളിനയുഗളം മുതാ മനസ്സേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരരുടെ അമിതബല സഹിതമുര ചെയ്തിതു കണ്ടുകൊള്ളുവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമജനക സദൃശനഹമതിജബലമമ്പരേ മാനേന പോകുന്നിതാശരേശാലയിൽ. ഭാഷയുടെ ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു. ഇതിങ്ങനെ ടകടകടകടകടകടകടകടന്ന് പറഞ്ഞ് വായിച്ച് പഠിച്ചാണല്ലോ നിങ്ങൾക്ക് ബാക്കി അതിലെ എല്ലാ അധ്യായങ്ങളും എളുപ്പമായിരിക്കും. വെറും സുന്ദരകാന്ഡം പഠിച്ചാൽ മതി. കുട്ടികൾ നന്നായിട്ട് മലയാളം ഇന്നിപ്പോൾ ഫുൾ A+ കിട്ടിയ ആൾക്കാർ പേരെഴുതിയത് എത്തിപ്പോയി. A+ കിട്ടിയ നമ്മുടെ കുട്ടികൾ എടുക്കുന്നു. ഒരു കത്ത് വായിക്കാൻ, ഒരു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ ഒരു കാര്യത്തിനറിയാതെ പോകുന്നു. മറിച്ച് 10ാം ക്ലാസ് പോയിട്ട് 4ാം ക്ലാസ് പോലും പഠിക്കാത്ത നമ്മുടെ അച്ഛച്ചന്മാരും അമ്മമ്മമാരും ഉണ്ടായിരുന്നു. എന്തിനാ കച്ചവടം നടത്തുന്ന ആളുകളെടുത്ത് പോയാലും 5 ഭാഷ പഠിക്കാൻ പോകും അല്ലേ. കച്ചവടപ്പീടിയക്കാർക്ക് 5 ഭാഷയെങ്കിലും അറിയും. PhD എടുത്തവന് ഒരു ഭാഷയെ അറിഞ്ഞൂടാ. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും അവര് അനുഭവിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്ന തരത്തിലേക്ക് പോകണം. അതാണ് നമ്മുടെ വ്രതങ്ങൾ. അപ്പൊ അതുകൊണ്ട് രാമായണം വിളക്ക് വെച്ച് വായിക്കുമ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്നത് ഭാഷയുണ്ട്, അതിലെ സാഹിത്യം ഭയങ്കരമാണ്, അർത്ഥഗർഭമാണ് അതിനകത്തുള്ള സാഹിത്യത്തിന്റെ തലം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഭാഗം തന്നെ നോക്കിയാൽ കാണാം. അങ്ങനെ സീതാന്വേഷണത്തിന് പോവാണ്. കാട്ടിലൊക്കെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. അവിടുന്ന് സീതയെ അഗ്നിദേവനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മായാസീതയെയാണ് ശരിക്കും രാവണൻ കൊണ്ടുപോകുന്നത്. രാവണനെ പറ്റിക്കുക ചെയ്യുന്നത്. ആ സീതാദേവിയെ തേടി നടക്കുന്ന കുരങ്ങന്മാരിൽ ഒന്നും അറിയാതെ ഇങ്ങനെ ചൊറിഞ്ഞ് ഇരുന്നിരുന്ന ഒരാളായിരുന്നു ഹനുമാൻ എന്ന് പറയുന്ന ആൾ. എൻ്റെ മോനെ, ഹനുമാനിൽ നിന്ന് കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ മാൻ എന്ന്, പിന്നെ സൂപ്പർമാൻ, സ്പൈഡർമാൻ, അയൺമാൻ, ഇതൊക്കെ ഹനുമാനിൽ നിന്ന് വന്നതാണ്. രാമായണത്തിൽ നിന്ന് വന്ന സാധനങ്ങളാണ്. രാമായണം അല്ലെങ്കിൽ സൂപ്പർമാൻ ഇല്ല, സ്പൈഡർമാൻ ഇല്ല, ഈമാൻ ഇല്ല, ഒരു അയൺമാനും ഇല്ല. പണ്ട് ഞങ്ങൾക്കൊക്കെ കബീഷായിരുന്നു ഇല്ലേ, പൂമ്പാറ്റയിലെ കബീഷായിരുന്നു ഹനുമാന്റെ ഒരു പ്രതിരൂപം. സിഗാള് കുറുക്കൻ ഉണ്ടായിരുന്നു, കബീഷ് ഉണ്ടായിരുന്നു, കലൂലു എന്ന് പറഞ്ഞിട്ടൊരു മൊയലുണ്ടായിരുന്നു. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി നിങ്ങൾക്ക് അയൺമാൻ, സൂപ്പർമാനൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ഹനുമാനിൽ നിന്ന് വന്നാണ്. ഹനുമാൻ എന്ന് വായിച്ചു നോക്കുന്നത് അയൺമാൻ്റെ ഒക്കെ അപ്പുറത്താ സംഭവം. അറിയോ? ഹനുമാനെ 100 യോജനകളെ കടലായിട്ട് ചാടി. അയൺമാൻ ചാടാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. അയൺമാൻ കരയിൽ നിന്ന് മാത്രം കളിക്കുകയാണല്ലേ. വീടിന്റെ മുകളിലേക്ക് ചാടിയിട്ട് കണ്ട് കോവിഡ് വന്ന സമയത്ത് ബ്ലാക്ക് മാൻ ചാടിയത് മതി. അതൊരു മാനാണ്, ബ്ലാക്ക് മാൻ. അതുപോലെയാണ് ഇതൊന്നുമല്ല. ഹനുമാനോട് പറഞ്ഞടാ, നീ പണ്ട് സൂര്യന്റെ നേരെ ചാടിയവനാണ്, എന്നിട്ടല്ലേ വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ നിന്നെ അടിച്ചിട്ടപ്പോ നിന്റെ അച്ഛൻ നിന്നെ എടുത്തിട്ട്. ഹനുമാന്റെ അച്ഛനാരാ? വായു ഭഗവാൻ. വായു ഭഗവാൻ എടുത്തിട്ട് പാതാളത്തിലേക്ക് പോയി കളഞ്ഞാണ്. അങ്ങനെ എല്ലാവരും കൂടെ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, ഭഗവാനെ വായു ഇല്ലാണ്ട് ഞങ്ങൾ ചത്തു. ഉടനെ മോനെ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവനെ എല്ലാ അഭ്യാസങ്ങളും പഠിപ്പിച്ചു. വേണ്ട സമയത്ത് മാത്രം അവന് കിട്ടും അത്. അങ്ങനെയാണ് ജാമ്പവാൻ വന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ അങ്ങ് വലുതായിട്ട് ചോദിച്ചു, ഞാൻ അങ്ങോട്ടാ പോകേണ്ടത്. സത്യം പറഞ്ഞു, ലങ്കയിൽ പോകണം, സീതയെ കാണണം, മുദ്രമോതിരം കൊടുക്കണം. അപ്പോഴാണ് ഹനുമാൻ ചാടാൻ സമയത്താണ് പറഞ്ഞത്, ഞാൻ ആദ്യം ഈശ്വരനെ ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമുക്കൊരു മെഡിറ്റേഷൻ വേണം. പോസ്റ്റ് മോഡേൺ സയൻസ്, കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ടെൻഷനും സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ള ആളുകൾ കൂടുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു പോലീസുകാർക്ക് കൗൺസിലിംഗ് കൊടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. ഇന്ന് ടെൻഷനാണ്, സ്ട്രെസ്സാണ്, സ്ട്രെയിനാണ് കൂടുതലുള്ളത് മനുഷ്യന്. ഉറക്കം കിട്ടാൻ ഗുളിക കഴിക്കുന്ന ധാരാളം ആളുകൾ എനിക്കറിയാം. ഞാനൊരു കൗൺസിലറാണ്, സൈക്കോതെറാപ്പിസ്റ്റാണ്. അതുകൊണ്ട് എത്രയോ കേസുകൾ എൻ്റെ അടുത്തുണ്ട്. ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ. വെറുതെ ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ വിളക്ക് കത്തിച്ചു വെച്ച് വെറും ഓങ്കാരം ജപിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാമം ജപിച്ചാൽ മതി, രാമനാമം ജപിച്ചാൽ മതി. മനസ്സിനെ സ്വസ്ഥമാക്കുക.
രാവിലെ സന്ധ്യയ്ക്ക് പിന്നെ 2 നേരം ചെയ്യാൻ പറ്റിയാൽ, മനസ്സ് സ്വതന്ത്രമായാൽ നമുക്ക് ടെൻഷൻ വളരെ കുറയുന്നത് കാണാൻ സാധിക്കും. ദേഷ്യമുള്ള ആളുകൾ അല്ലേ, ഭയങ്കര സങ്കടമുള്ള ആളുകൾ, ഭയങ്കര സന്തോഷമുള്ള ആളുകൾ ഒക്കെ അപകടമാണ്. ചില ആളുകൾ തിരിച്ചറിയാൻ തന്നെ പറ്റൂല. നമ്മുടെ ജയിലിൽ ചാടി ഒറ്റ കയ്യണില്ല. കണ്ടാൽ നമുക്ക് തോന്നുന്നു ഓ പാവം അമ്മ 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 എന്ന് പറഞ്ഞ നമുക്ക് നേതൃത്വത്തിനാണ് തോന്നും. പക്ഷെ സ്വഭാവം എന്താ? അതാണ് കാട്ടാളൻ. പക്ഷെ അവർ ഒരു ഗുണമുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മളെ പോലെ തിന്നില്ല, 4 മാസം വെറുതെ എടുത്താൽ എന്നിട്ട് അടിയിലൂടെ കൂടി പോകുന്നത്. പോലീസുകാരൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത സംഗതി പറ്റിയത്. യോഗിയായിട്ടെങ്കിലും വെല്ലും തോലുമായി അടിയിലൂടെ കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു. ഓനെങ്കിലും നമ്മളൊന്ന് ഗുരുവായിട്ട് സ്വീകരിച്ചിട്ട് ഒരു വ്രതം സ്വീകരിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞ കേരളീയർ നന്നാവണെ കുറച്ചൊരു മാറ്റം വേണം. അതുകൊണ്ട് ഒരു ദൃഢനിശ്ചയം ഉണ്ടായി, ജയിലിൽ ചാടണമെന്നൊരു ദൃഢനിശ്ചയം ഉണ്ടായി. നമുക്കോ നമ്മുടെ യുവാക്കന്മാർക്കോ ഒരു ജോലി നേടണമെന്നോ അല്ലെങ്കിൽ നന്നായി പഠിക്കണമെന്നോ നല്ലൊരു വ്യക്തിത്വമുള്ള ആളായിട്ട് നാട്ടിൽ ജീവിക്കണമെന്നോ എനിക്ക് സ്വന്തമായിട്ട് ചില കഴിവുകളുണ്ട് അതൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്നോ ആഗ്രഹമുള്ള എത്ര കുട്ടികളുണ്ടാവും നമ്മുടെ ഇടയിൽ. ഇപ്പോഴും ഏതെങ്കിലും യോഗാലത്തിൻ്റെ മുകളിൽ മാന്തി കുത്തിരിക്കുന്നുണ്ടാവില്ല 100 കണക്കിന് ആൾക്കാർ. ഞാൻ ദിവസം മെഡിക്കൽ കോളേജിൽ പോയ ഒരാളൊരു ഇങ്ങനെ കുറച്ചു കാലം മുമ്പാട്ടോ നമ്മൾ ഈ പിന്നെ ഒരു വൈകുന്നേരം കയറാൻ വേണ്ടിയിട്ടൊരു ടിക്കറ്റൊക്കെ തന്നിട്ട് അല്ലേ 5 റുപ്യ 10 റുപ്യ കൊടുത്ത് കയറില്ല. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും മൊബൈലിലാണ്. ഞാനിങ്ങനെ ആലോചിച്ച് ഇതൊന്ന് വീഡിയോ എടുത്താൽ അപ്പം ഞാനും മൊബൈൽ എടുക്കില്ല, ഞാനും കൂടെ എടുത്തില്ല. എല്ലാവരും ഇത് തോണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ലൈറ്റ് തുറക്കുന്നത് വരെ. ഒരാളും ഒഴിവില്ല. റോഡ് മുകളിൽ നടക്കുന്നവര്, റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നവര്, ആശുപത്രിയിൽ ഇരിക്കുന്നവര്, എവിടെ വിളിച്ചാൽ പോലും കേൾക്കുന്നില്ല. വെട്ടി പൊട്ടിച്ചാൽ അറിയുന്നില്ല. 2ാം നിലയുടെ മുകളിൽ കുത്തിരിക്കുന്ന മക്കളെ ചോറിനാണ് അമ്മ വിളിക്കുന്നത്. മെസ്സേജ് ഇട്ടിട്ടാ, മോളെ ചോറ് തിന്നണേ വാ, ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കുക. നമ്മളെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത്? കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയാണ്. നമുക്ക് വേറെ എവിടെ ശ്രദ്ധയില്ലാതായി പോകുന്നു. 12-1 മണി വരെ വാട്സപ്പ് നോക്കിയിരുന്നാൽ ഈ പറഞ്ഞ ബ്ലാക്ക് മെയിലൊക്കെ ഇറങ്ങാൻ നല്ല സുഖമാണ്. കാരണം പിന്നെ കൂർക്കം വലിച്ചോർന്നു അല്ലെങ്കിൽ ഉറക്കല്ലാണ്ട് എന്ന് പറഞ്ഞ് കിടക്കുകയാണെന്ന് ചെയ്യുക. നമ്മളൊന്നും അറിയില്ല, വേറെ എവിടെയും ശ്രദ്ധയില്ലായിരുന്നു. നമ്മുടെ ശ്രദ്ധ വലിയൊരു പ്രശ്നമാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നതാണ്. ശ്രദ്ധയാണ് അറിവുണ്ടാക്കേണ്ടുന്നൊരു മാർഗം. ആ അറിവ് നേടിയവന് മാത്രമേ എല്ലായിടത്തും ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഈ അറിവ് ഹനുമാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹനുമാൻ പറയുന്നത് ലവണജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ച് ലങ്കയിൽ ചെല്ലുവാൻ മനുജപരിവൃഢ ചലന അലിനയുഗളം മുതാ മാനസേ ചിന്തിച്ചു. ആദ്യം രാമന്റെ പാദങ്ങളാണ് ചിന്തിച്ചത്. ഈശ്വര വിചാരം വേണം മക്കളെ. മോളുടെ പേരെന്താ? കേട്ടില്ല? അനുലക്ഷ്മി. ലക്ഷ്മിയോടൊപ്പമുള്ളവൾ. അനു എന്ന് പറഞ്ഞാൽ കൂടെ നൃത്തം. അനുലക്ഷ്മി ഈശ്വരീയതയോട് കൂടെ ചേർന്നവൾ. അനുലക്ഷ്മിയെ ഈശ്വരനെ എപ്പോഴും വിചാരിക്കണം. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണം കേട്ടോ. ലക്ഷ്മി ദേവി സരസ്വതി ദേവിയൊക്കെ ഇരിക്കുന്ന ഇതുപോലുള്ള കസാരന്റെ ചൂടിന്റെ മുകളിലൊന്നുമല്ല. ഇതിന്റെ മുകളിൽ ഇരിക്കവനെ ലക്ഷ്മി ദേവി കസാലയോ അതും ടോയ്ലറ്റിന്റെ താമരയിലാണ്. താമരന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഹെഡ് വെയിറ്റ് കൂടിയ വെള്ളത്തിൽ പോവും. അഹങ്കാരം ഉണ്ടാവരുത് എന്ന് അതിന്റെ ഫിലോസഫി. ലക്ഷ്മിയും സരസ്വതിയും അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ ശരിയായിട്ട് ലക്ഷ്മിയുടെയും സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടാവില്ല. അഥവാ അഹങ്കാരം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ പോവുകയും ചെയ്യും. അതുകൊണ്ട് ലക്ഷ്മിയും സരസ്വതിയും അഹങ്കരിക്കാതെ ഹെഡ് വെയിറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും. അധികം വെയിറ്റ് ഉണ്ടാവരുത്. മറ്റു നിങ്ങൾ പറഞ്ഞ കസാര എന്ന് പറഞ്ഞാൽ ഇക്കസാര മാത്രമല്ല, കയ്യുള്ള കസാര പോലെയുള്ളെങ്കിലല്ലേ നമ്മൾ ടോയ്ലറ്റിൽ പോയി കുത്തിരിച്ചിട്ട് അവിടെ കുത്തിരിഞ്ഞിട്ട് ഇത് മാന്തും അല്ലേ, അവിടെ ഇങ്ങനെ കുത്തിരിഞ്ഞ് മാന്തും വായിക്കും വിനോദായിട്ടും വിളിക്കുക. പക്ഷേ ഇടയുള്ള എന്തായാലും ഞാൻ പറയും, ഞാനൊരു മീറ്റിങ്ങിനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാട്ട്. ഒരു മീറ്റിംഗും ഇല്ല. ഇതിൻ്റെ അകത്ത് പോലും ഇത് എടുത്തിട്ടാ പോവുക. നമ്മളെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചതാണ്. പക്ഷെ ഹനുമാൻ പറയുന്നു, നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആദ്യം ഈശ്വരനെ വിചാരിക്കുക. രണ്ടാമത് ഹനുമാൻ പറയുന്നത് മമ ജനക സദൃശനഹ മതി ചപലമമ്പരേ മാനേന പോകുന്നതാണ്. ഞാൻ ആകാശത്തോടെ പോകുന്നത് എൻ്റെ അച്ഛനെ പോലെയാണ്. ഹനുമാന്റെ അച്ഛൻ ആരാന്ന് പറഞ്ഞത്? വായു ഭഗവാനാണ്. വായു ഭഗവാൻ ചിലപ്പോൾ ഇങ്ങനെ നല്ല തെന്നലായിട്ട് ഇങ്ങനെ പൂക്കളിലും
അങ്ങനെയൊക്കെ പുളകം വിരിയിച്ചുകൊണ്ട് നടക്കും. ഇടയ്ക്ക് അടിച്ച് പറത്തി കാറ് ഇത് മാത്രമൊന്നുമല്ല, നമ്മളൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. എപ്പോ ഏത് സ്വഭാവം വേണമെങ്കിലും എടുക്കാൻ എനിക്ക് അറിയാവുന്നൊരു അർത്ഥം അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പോകുന്ന രാവണന്റെ നാട്ടിലേക്കാണ്, അവൻ എങ്ങനെ വന്നാലും കുഴപ്പമില്ല എന്ന് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുക. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് പോവുക. തഴുകേണ്ടവനെ തലോടേണ്ടവനെ തഴുകി തലോടി കടന്നു പോവും, അടിച്ച് പൊളിച്ച് നിരത്തേണ്ടവനെ നിരത്തിയിട്ട് കടന്നു പോകും. അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കണേ ഹനുമാനെ പഠിച്ചാൽ മതി. വേണ്ടടുത്ത് വേണ്ടത് ഉപയോഗിക്കണം, വേണ്ടേ? കാലേ മൃദുയോ ഭവതി കാലേ ഭവതി ദാരുണ. കാലത്തിനനുസരിച്ച് മൃദുവാവാനും ദാരുണനാവാനും സാധിക്കണം എന്നാണ്. ദാരുണൻ എന്ന് പറഞ്ഞാൽ ധാരിക വീരൻ അല്ലേ, ശക്തനാണ്. ആയുധമെടുത്ത് അടരാടേണ്ട സമയത്ത് ആയുധം എടുക്കണം, അല്ലാണ്ട് ആയുധം എടുത്ത് ഇഞ്ചി വയ്യോ എന്ന് പറഞ്ഞു കിടന്നപ്പോ കൃഷ്ണൻ പറഞ്ഞില്ല എടിക്കണം വെക്കടാ വെടി എന്ന് പറഞ്ഞില്ലേ അർജുനോട്. വന്ന് തോക്കൊന്നുമില്ലല്ലേ, അമ്പയ്യാനാണ്. വെടിവെക്കേണ്ടടുത്ത് വെടി കണ്ടില്ലേ? സിന്ദൂർ ഓപ്പറേഷൻ നടന്നിട്ടില്ലേ നിങ്ങള്? എന്താ സിന്ദൂർ ഓപ്പറേഷൻ? കുന്നങ്ങലത്തെ ടെക്സ്റ്റൈൽസിന്റെ ഓപ്പറേഷൻ നടന്നതാണോ? അറിയില്ല, അങ്ങനെ സംഭവം. എന്താ സംഗതി? പഹൽഗാമിൽ വന്നിട്ട് കുറെ ഭീകരന്മാര് നമ്മളെ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ വെടിവെച്ച് കൊന്നു, വെറുതെ കൊണ്ട് വെടിവെച്ച് കൊന്നു. കൊന്നപ്പോണ്ടല്ലോ നമ്മുടെ ഭാരതത്തിൽ എല്ലാവരും ഒന്നിച്ചുകൂടി കൊടുക്കാൻ പറഞ്ഞു. അവിടെ മതവും ജാതി രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും അതിന്റെ കാര്യങ്ങൾക്ക് ഒന്നിച്ചു കൂടിയിട്ട് അടിച്ചു നിരത്തി ഭീകരന്മാരുടെ ഒളിത്താവളങ്ങളൊക്കെ നിലംപരിശാക്കി. അതാ പറഞ്ഞത്, കൊടുക്കേണ്ട അടുത്ത് കൊടുക്കണം, അല്ലാത്തടുത്ത് നമ്മള് നമസ്കാരം നൽകണം. അതാണ് കാലേ മൃദുയോ ഭവതി കാലേ ഭവതി ദാരുണ സവൈ സുഖമവാപ്നോതി. അങ്ങനെയുള്ളവരുള്ളതാണ് സുഖം. ലോകേസ്മിൻ ച പരത്രച, ഈ ലോകത്തിലും പരലോകത്തിലും. നമുക്കും സുഖം ഉണ്ടാവണമെങ്കിൽ ഹനുമാനെ പോലെ ആവണം കേട്ടോ മക്കളെ. ഹനുമാനെ ഒന്ന് പഠിച്ചു നോക്കുക, സുന്ദരകാന്ഡം വായിക്കുക. കർക്കിടക മാസത്തിൽ മാത്രമല്ല, എപ്പ വേണമെങ്കിലും ഇന്ന് വായിച്ചോളൂ കേട്ടോ. അങ്ങനെ പോകുമ്പോ ആദ്യം സുരസ വരും. ഒന്ന് നിർത്തണ്ടേ, വീട്ടിൽ പോണ്ടേ, പ്രസാദം കഴിക്കണ്ടേ, കണ്ടേ ഇനിയും പോകുന്നുണ്ടോ? പണ്ട് മറ്റേ നമ്പൂരിലെ മെച്ച് ചെയ്തപ്പോളെ സുബ്രഹ്മണ്യ നമ്പൂരി പാലാഞ്ചേരി, അയാളിങ്ങനെ ഏടിയോ ഒത്തിരി പ്രഭാഷണം നടത്തി അവസാനം ഒരാൾ മാത്രം പോലില്ല അതുപോലെ. അപ്പോ നോക്കുമ്പോ വൈസെറ്റുകാരനുണ്ട്, വേറെ അമ്മായി ഉണ്ടാണ്, ബാക്കി എല്ലാവരും എണീച്ചു. അപ്പൊ മറ്റവനോട് ചോദിച്ചു, ഇത് വൈസെറ്റുകാരനാണല്ലോ, മറ്റവനോട് ചോദിച്ചു എന്താ പോവാത്തത്? ഞാൻ പറഞ്ഞു, താമി കുത്തിന് പ്രസംഗിക്കുന്ന പുല്ലിയായി ഞാൻ അടുത്ത പോയെന്ന് ചോദിച്ചു. അതുകൊണ്ട് കൊടുക്കണം ഞാൻ കേട്ടില്ല ചീത്തറിയും. ഇന്ന് മനസ്സിലായി നിങ്ങളെല്ലാം എണീച്ചാലും ചിലപ്പോൾ ഞാനോട് കുത്തിരി പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് വേറെ പരിപാടിക്കൊന്നും പോകാൻ നേരത്തെ തിയേറ്റർ പണ്ടേ വിളിച്ചതിനെ കൊണ്ട് ഞാൻ ഇവിടെ എത്തി, വേറെ ആണെങ്കിലായി പോയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ വന്നു സുരസ അല്ലേ, സുരസ നാഗമാതാവ് വാവിളർന്നു എന്റെ വായി കയറിയിട്ട് പോയാൽ മതി. ആയിക്കോട്ടപ്പോ വായി കയറിയിട്ട് പോവാ. പക്ഷെ അനുമാനം വലുതായി വലുതാവാൻ ആർക്കോ ഞാൻ ഭയങ്കരനാണോ, ഞാൻ ശക്തനാണോ, ഞാൻ ധീരനാണോ, ഞാൻ തോൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നടക്കും. പക്ഷെ ഹനുമാൻ അറിയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹനുമാൻ അങ്ങോട്ട് ചെറുതായി ഒരു പെരുവിരല് പോലെയായി എഴുത്തച്ഛൻ പറയുന്നത്. എന്നിട്ട് സുരസയുടെ വായിക്കൂടെ കയറിയിട്ട് ചെവി കൂടി ഇറങ്ങി അങ്ങ് പോയിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ പോയിട്ട് വരാട്ടോ, പിന്നെ കാണാൻ പറഞ്ഞു. ഇത് പരീക്ഷണത്തിന് ദേവന്മാർ വിട്ടതാണെന്നാണ് പറയുന്നത് രാമായണത്തിൽ. നമുക്ക് ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും വരും, പല സുരസമാരും വരും. ആ സുരസമാരുടെ വായി കയറി ചെവിയിലൂടെ ഇറങ്ങണമെങ്കിൽ വലുതാവാൻ മാത്രം പഠിച്ചാൽ പോരാ, ചെറുതാവാനും പഠിക്കണം. ആളുകളെ കാണുമ്പോൾ നമസ്കാരം മാഷേ, നമസ്കാരം ചേട്ടാ, നമസ്കാരം മാമ എന്നെല്ലാവരോടും പറയും. മറ്റൊന്നും നമ്മളോ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് നടന്ന തുറച്ചന്റെ വായിൽ കുടിച്ചിപ്പോ. രണ്ടാമത് മൈനാകം വരുന്നു. കടലിൽ നിന്നങ്ങനെ മൈനാകം വന്നിട്ട് പറഞ്ഞു, എല്ലാ ഭക്ഷണമുണ്ട്, ഞാൻ മാള് തന്നെ ഒരുക്കിയിട്ടുണ്ട്, ഒക്കെ കയറിയിട്ടൊക്കെ കണ്ടിട്ട് പോയിട്ട് വന്നു. അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഹനുമാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് സമയമില്ല, ഞാൻ വേറൊരു കാര്യത്തിന് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഹോട്ടലിൽ കയറിയിട്ടാണ് വരിക. ഹനുമാൻ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒന്നുമില്ല അവിടെ. ഹനുമാൻ പറഞ്ഞു, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവാണ്, തിരിച്ചു വരുമ്പോൾ നോക്കാം, സമയം കിട്ടുകയാണെങ്കിൽ സന്തോഷം. അപ്പൊ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കി. പിന്നെ നിഴല് പിടിച്ച് നിർത്തുന്ന സിംഹിയാവുന്നു. തിരിഞ്ഞു പോലും നോക്കിയില്ല, ഒറ്റ ചവിട്ട് കൊടുത്തു, കിടന്നോടെ. ഇന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്ന അത്തരം നിഴലുകളാണ് സുഖത്തിന്റെ നിഴലുകൾ. മയക്കുമരുന്ന് അടിക്കാം, മദ്യം കഴിക്കാം, പണമുണ്ടാക്കാം, തട്ടിപ്പ് വെട്ടിപ്പ് തരി, ഇതൊക്കെ ഭോഗ സുഖങ്ങളുടെ നിഴലാണ്. നമുക്കറിയോ, ഒറ്റ നിമിഷം മതി നമ്മളുടെ ഈ ഹാർട്ടൊന്ന് നിലച്ചു പോവാൻ, നമ്മുടെ ബ്രെയിൻ ഒന്ന് സ്ട്രോക്ക് ആവാൻ, നമ്മൾ തളർന്നു കിടക്കാൻ. ധർമ്മമില്ല എങ്കിൽ, അതാണ് രാമായണത്തില്
അർത്ഥകാമ മോക്ഷങ്ങൾ തേടിക്കോളൂ. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല എങ്കിൽ ജീവിതം വഴിമുട്ടും, അനുഭവിക്കും. ലോകം അറിഞ്ഞതാണ്, അനുഭവങ്ങളിലൊക്കെയുള്ളതാണ്. അതുകൊണ്ടാണ് തൻ്റെ വീടും കുടുംബവും എല്ലാം കലഹത്തിലേക്ക് പോവാതിരിക്കാൻ രാമൻ കാട്ടിലേക്ക് പോകുന്നത്. പേടിച്ചിട്ടല്ല. അത് അന്വേഷിച്ചു പോയ ഹനുമാൻ ഈ ഭക്ഷണങ്ങളൊന്നും സ്വീകരിക്കാതിരിക്കാൻ കാരണം എന്താണ്? ഈ സുഖം സ്വീകരിക്കാതിരിക്കാൻ കാരണം ലക്ഷ്യബോധം വേണം മനുഷ്യന്. അത് കൊടുക്കണം. നമ്മൾ ഇവിടെ മഠത്തിന്റെ ഒക്കെ പേരിൽ എപ്പോഴെങ്കിലുമൊക്കെ കുട്ടികളെ മാത്രം വിളിച്ചിരുത്തിയിട്ട് വല്ല വെക്കേഷൻ സമയത്ത്, ഓണം വെക്കേഷനോ അല്ലെങ്കിൽ ഡിസംബർ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് കരിയർ ഗൈഡൻസും മോട്ടിവേഷനും കൊടുക്കണം. പുതിയ തലമുറയെ നമ്മൾ കൂട്ടിപ്പിടിച്ച് നിർത്തണം, അവരെ ബോധ്യപ്പെടുത്തണം. നീ വിചാരിച്ചാൽ അബ്ദുൽ കലാമിനെ പോലെയും നെൽസൺ മണ്ടേലയെ പോലെയും ഗാന്ധിജിയെ പോലെയും വിവേകാനന്ദനെ പോലെയും ആവാൻ സാധിക്കും. നീ വിചാരിക്കുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അച്ഛനും അമ്മയും വിചാരിച്ചിട്ട് കാര്യമില്ല. സ്വയം വിചാരിക്കണം. ആ വിചാരത്തിലേക്ക് അവരെ നമുക്ക് എത്തിക്കാൻ പറ്റിയാൽ ഈ മഠം കൊണ്ട് അതാ വലിയൊരു കാര്യം ഉണ്ടാവും. ശങ്കരനെ പോലെ ഒരു ആചാര്യൻ ഈ മഠത്തിന്റെ പ്രദേശത്ത് നടന്നു വന്നാലോ ആലോചിച്ച് നോക്കുന്നത്. ഹനുമാൻ പോകുക അവസാനം എത്തുന്നത് ലങ്കാലക്ഷ്മി കൈകൊണ്ട് തടഞ്ഞു നിർത്തുന്നിടത്ത് ലക്ഷ്മിയെ അടിച്ച് നിലംപരിശാക്കി ഒറിജിനൽ ലക്ഷ്മി കണ്ടോ. കപടലക്ഷ്മിമാർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അത് ആണിന്റെ വേഷത്തിലും പെണ്ണിന്റെ വേഷത്തിലും വരും, സ്വത്തിന്റെ വേഷത്തിൽ വരും, സ്ഥാനമാനങ്ങളുടെ വേഷത്തിൽ വരും, പണത്തിന്റെ പേരിൽ വരും. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാല് മാറുന്നതും അല്ലെ, സംഘടന മാറുന്നതും, കെട്ടിയോനെ വിട്ട് കെട്ടിയോള് പോകുന്നതും ഒക്കെ എന്താണെന്നറിയോ? ഇത്തരത്തിലുള്ള കപടവേഷങ്ങളിൽ കുടുങ്ങിപ്പോവുകയാണ്. ഒരു കപടവേഷത്തിലും കുടുങ്ങാതെ നിങ്ങൾ എന്ത് മതം വിശ്വസിച്ചു അതേ മതത്തിൽ ജീവിക്കൂ. നിങ്ങൾ എന്ത് ആചാരം വിശ്വസിച്ചു അതേ ആചാരത്തിൽ ജീവിച്ചോളൂ. ഒരു തെറ്റുമില്ല എന്ന ഭാരതം പറയും. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരേ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്ത് വരുന്ന ഓരോ തുള്ളി വെള്ളങ്ങളും സാഗരത്തിലെത്തുന്ന പോലെ നിങ്ങൾ ഏത് ഈശ്വരനെ ധ്യാനിച്ചാലും കുഴപ്പമില്ല. ഭാരതം പഠിപ്പിക്കുക. നിങ്ങളിനി ധ്യാനിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. നിങ്ങൾക്ക് സുഖവും സമാധാനവും ഉണ്ടാവാൻ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ഉറച്ചു നിൽക്കാതെ ഇന്ന് പ്രാർത്ഥിക്കുന്നവൻ നാളെ ഈ വിളക്കം നിർത്തിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു പോയിട്ട് വേറൊരു സ്ഥലത്ത് മെഴുതിരി എത്തിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മെഴുതിരി എത്തിക്കുന്നതിന് അവിടുന്ന് ഇങ്ങോട്ട് ഒരു കാര്യമില്ല. അതിലൊന്നും നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക, നമ്മുടെ ആത്മവിശ്വാസത്തിൽ ജീവിക്കുക. വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും പറയുന്നുണ്ട്, സ്വാമിജി വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ കുട്ടിക്കാറ്റ് പോലെ പോയിട്ട് എത്താൻ പോകട്ടോ. അങ്ങനെ പോയ സമയത്താണ് ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കയറിയിട്ട് 3 ദിവസം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോന്നാണ്. അപ്പോൾ പള്ളിയിലച്ഛൻ ചോദിച്ചു, എന്താ സ്വാമിജി ഇവിടെ വന്നിട്ട് ഈ കന്യാമറിയത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്, നിങ്ങളൊരു ഹിന്ദു സന്യാസിയല്ലേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ഈ കന്യാമറിയത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാളിമാതാവാണ് എന്ന അവസ്ഥയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ, നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഒരാളോടും നമുക്ക് ദ്വേഷം വേണ്ട, മത്സരബുദ്ധി വേണ്ട. അതും പറഞ്ഞാൽ ഞാൻ നിർത്താൻ പോകുന്നത്. ലക്ഷ്മണൻ ഈ ജ്യേഷ്ഠനും ഒക്കെ കാട്ടിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചിരുന്നു. ഗ്രാന്തചിത്തം ജഠം വൃദ്ധം വധൂജിതം ശാന്തേതരം പ്രവാഹീനം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ശവമാണ്, തെങ്കോന്തനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാമൻ പറഞ്ഞ എന്താണ്? വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്ക്. കാമക്രോധ ലോപമോഹമത മാത്സര്യങ്ങൾ വെടിഞ്ഞ് നീ എൻ്റെ വാക്ക് കേൾക്കൂ. എന്നിട്ട് ലക്ഷ്മിയും അസ്ഥിരയല്ലോ, മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരദ്രവും, സ്വപ്ന സമാനം കളത്ര സുഖം. ഭാര്യ മക്കൾ എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നമാണ്. സ്വത്ത് സമ്പാദ്യം ഒരു തേങ്ങ വീണാൽ തീർന്നു അല്ലേ. ഇതൊക്കെ രാഗാതിസങ്കുലമായുള്ള സംസാരവാദി നിരൂപിക്കൽ സ്വപ്നതുല്യം സഖി. നമ്മളൊക്കെ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ അല്ലേ. 10-40 കൊല്ലമായി ഞാനും ഈ വിനോദ്ജിയൊക്കെ ആയിട്ടുള്ള പരിചയം. പ്രവീൺജിനെ കുറെ കാലം കഴിഞ്ഞൊക്കെ പരിചയമാവുന്നത്. ഞങ്ങളിങ്ങനെ കോഴിക്കോട്ടുകൂടി അതിൽ പല കാര്യങ്ങൾക്കും നടക്കും. അവിടെ ഒരു വേറെ ബുദ്ധി ഉണ്ടാവില്ല ഞങ്ങൾക്കൊന്നും. നല്ലതെന്താണോ അതിൻ്റെ വയ്യ പോവുക എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെ ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കേവല സുഖങ്ങൾക്ക് വേണ്ടി പോവാതെ ഒന്നിച്ചു നടക്കുക. നമ്മുടെ വേദങ്ങളിൽ അതാണ് പറയുക. ആ വേദത്തിന്റെ സാരമാണ് ഈ ജീവിതത്തിൽ രാമൻ എടുത്തത്. വസിഷ്ഠന്റെ പദാന്തികത്തിൽ ഇരുന്നിട്ട് സംഗച്ഛത്വം സംവദത്വം സംഭവ മനാംസി ജാനത ദേവാഭാഗം യഥാപൂർവേ സംജാനാനാം ഉപാസവേ. സംഗച്ഛത്വം ഒന്നിച്ചു പോവുക, നമ്മൾ ഒരേ ലക്ഷ്യത്തോടു. സംവദത്വം ഒരേ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക. സംഭവ മനാംസി ജാനത നമ്മുടെ മനസ്സിൽ ഒരേപോലെയുള്ള ചിന്തകൾ ഉണ്ടാവട്ടെ. പണ്ട് ദേവന്മാർ അങ്ങനെ ജീവിച്ചപ്പോഴാണ് അസുരന്മാരെ നിഗ്രഹിക്കാൻ സാധിച്ചത്. നമ്മുടെ പോരായ്മകൾ, നമ്മുടെ സമൂഹത്തിലെ പോരായ്മകൾ
തകർക്കാൻ വേണ്ടിയിട്ട് ഈ രാമായണത്തിലെ നന്മകളെ കണ്ടെടുക്കുക. നമുക്ക് എപ്പോഴെങ്കിലും ഒന്നിച്ച് കൂടാൻ ഇതുപോലെ. രാമായണത്തിൽ പല സംശയം ഉണ്ടാകും. എന്തിനാണ് ഭാര്യയെ ഒളിയം ചെയ്ത് കൊന്നത്, എന്തിനാണ് രാമൻ സീതയെ വനത്തിലേക്ക് വിട്ടത്, എന്തിനാണ് ശംഭൂവിനെ വധിച്ചത്, എല്ലാത്തിലും ധർമ്മമുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിൽ വിനോദനോട് ഇവരോട് ചോദിച്ചാൽ എൻ്റെ നമ്പറും കിട്ടും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും രാത്രിയൊക്കെ 9 മണിക്ക് ശേഷം വിളിച്ചാൽ ഞാൻ കുറച്ച് നേരത്തെ ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ അവിടെ ഇവിടേക്ക് ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇത്രയും നല്ല ഒരു ശാരം നല്ല രീതിയിലൊക്കെ ഇരുന്നപ്പം നമ്മൾ വരുന്ന ഒരു തലമുറയെ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ കുറച്ചൊക്കെ പ്രായമുള്ളവരാണ്. ഇതിൽ 40 വയസ്സിന് താഴേക്കുള്ള ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നില്ലേ? ഉണ്ടല്ലേ? ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ നമുക്ക് അങ്ങനെയുള്ളവരെ കൊണ്ടുവരണം. ചർച്ചകൾ നടക്കട്ടെ. വാദേ ജായതേ തത്വബോധ. അതുകൊണ്ട് ഇനി വരുന്ന സമയങ്ങളിൽ ഞാൻ വിചാരിക്കുക, ഇരുന്നപ്പോൾ പറഞ്ഞതാണ്, ഇത് ഒരു ക്ഷേത്രമാക്കി മാറ്റണം. നമുക്ക് ഇത്രയും പേര് നമ്മളിവിടെ ഉണ്ടെങ്കിൽ പുഷ്പം പോലെ ഇത് നടക്കും. ഒരു സംശയം വേണ്ട. നമ്മൾ സംഘച്ചത്വം ഒന്നിച്ചു മുന്നേറുക, സമ്പദത്വം ഒരേപോലെ സംസാരിക്കുക, സംഭവം മനാംസി ജാനത, നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടാവുക. ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിട്ട് അവിടെ ധ്യാനിക്കട്ടെ എല്ലാവരും വരുമല്ലോ. അവിടെ ഒരു മത വ്യത്യാസവും നമുക്ക് ഇല്ലാത്തൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ ഞാൻ പോവാറ്. അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു മാറ്റത്തിന് വേണ്ടിയിട്ടും ഈ രാമായണ സന്ധ്യയിൽ, ഈ കർക്കിടകത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടിയത് എല്ലാവർക്കും വേണ്ടി 3 ശാന്തി നമ്മൾ പറയാറുണ്ട്. ആ ശാന്തി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. സർവേ ഭവന്തു സുഖിന, എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ. സർവേ സന്തു നിരാമയ, ആരും ദുഃഖമുണ്ടാവരുത്. സർവേ ഭദ്രാണി പശ്യന്ത്, എല്ലാവരും ശ്രേഷ്ഠമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. മാ കശ്ചിത് ദുഃഖഭാഗ്ഭവേത്, ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാവരുത്. 3 തരം ദുഃഖം എന്ന് പറയാം. അതിനാണ് 3 ശാന്തി പറയുന്നത് കേട്ടോ, മറന്നുപോയത്. ഓം ശാന്തി 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 എന്ന് പറയണ്ടേ. ആധിഭൗതികം, ആധിദൈവികം, ആധ്യാത്മികം. ആധിഭൗതികം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രോഗങ്ങൾ വരിക, അപകടങ്ങൾ വരിക, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് സംഭവിച്ചു പോകുന്നത്. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കയറി വരുന്നത്. ആധിദൈവികം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ, അത് ദുരന്തമൊന്നുമല്ല, പക്ഷേ ആ ദുഃഖങ്ങളൊന്നും നമുക്കുണ്ടാവുന്നു. അധ്യാത്മികം എന്ന് പറയുന്നത് നമ്മൾ അറിയാത്ത പലതും വരും. അതാണ് മരണങ്ങൾ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളൊക്കെ പെട്ടെന്ന് നിർത്തുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഗതികളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ 3 തരത്തിലും നമുക്ക് ദുഃഖമുണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് 3 ശാന്തി. അത് ചൊല്ലിക്കൊണ്ട് നമുക്ക് ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.